ശോ, ഇത് എന്തോ ഒരു ശബ്ദം എവിടെ നിന്ന് കേൾക്കുന്നേ? പുറത്തുനിന്നാണല്ലോ. കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ആരെവിടെ കിടന്ന് നിലവിളിക്കണേ? എടാ റാം, എന്താടാ ഒരു ശബ്ദം? അറിയില്ലടാ, അത് നോക്കാനാ ഞാനും വന്നേ. പുറത്തുനിന്നാണ് തോന്നുന്നു. റാം, സഞ്ജു, എന്തൊരു പ്രശ്നം? എന്തൊരു വല്ലാത്ത സൗണ്ട് ഒക്കെ കേട്ടല്ലോ. ജെനി, പേടിക്കാനൊന്നുമില്ല. നമുക്ക് എന്താന്ന് നോക്കാം. അയ്യോ പോലെ, ഞാനും ഉണ്ട്. വേഗം പാടും. ഒന്ന് തോന്നിയ ഈ കാലത്ത് അങ്ങനെ ഗോസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് വേറെ എന്താണ്ടാ, ആരോ മറിഞ്ഞൊന്നും നമ്മളെ പറ്റിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ എന്താ ഈ പാതിരാത്രി ഈ കാട്ടിന്റെ ഉള്ളിൽ വന്ന് നിൽക്കുന്നേ? അത് പിന്നെ റാം, ഇവിടുന്ന് എന്തോ ശബ്ദം കേട്ടോ, അതെന്താന്ന് നോക്കാൻ വേണ്ടി വന്നതാ. എന്താണ് പ്രശ്നം? എന്താ കാര്യം? ഞങ്ങളവിടെ പുറത്ത് വന്നപ്പോ എന്തോ ശബ്ദം കേട്ടു. അതെന്താന്ന് നോക്കാൻ വേണ്ടി വന്നാ. പക്ഷെ ഇവിടെ വന്നപ്പോ ആരെയും കാണുന്നില്ല. എല്ലാരും എന്തിനാ ഇനി ഇവിടെ തന്നെ നിക്കുന്നേ? വാ, നമുക്ക് പോവാം. അതെ, അത് ശരിയാ. എല്ലാരും വാ, നമുക്ക് കയറി പോവാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നാളെ രാവിലെ വന്ന് നോക്കാം. ഇപ്പൊ തന്നെ ഒരുപാട് സമയം വൈകി. നിങ്ങളെല്ലാവരും ചെന്ന് കിടന്നോ. ഇനി നാളെ നമുക്ക് നോക്കാം. എന്റെ ഈശ്വര, കിടന്നിട്ടോട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല പണ്ടാരം. എന്നാലും അതെന്തായിരിക്കും? എനിക്ക് പേടിയായിട്ട് മേല. എന്റെ കർത്താവേ, ഇനി ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. ഓരോന്ന് വന്നോളും മനുഷ്യന്റെ സമാധാനം കെടുത്താനായിട്ട്. കർത്താവെ, പറഞ്ഞു തീർന്നില്ല. അപ്പത്തേനെന്തേ ആരാണ്ട് വന്ന് കഥകി മുട്ടുന്നു. ഈശ്വര, പാതിരാത്രിയിൽ ആരാണോ എന്തോ. ചെന്ന് കഥക് തുറന്നേക്കാം. എന്തിനു നിനക്ക് കഥക് തുറക്കാൻ ഇത്ര താമസം? എത്ര നേരം ഞാനിവിടെ കൊട്ടിക്കൊണ്ടിരിക്കുന്നു. നീ എന്തിനാ ഇപ്പൊ ഈ പാതിരാത്രി ഓടിക്കേറി ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഞാൻ നിന്റെ കൂടെ കൂട്ടുകിടക്കാൻ വേണ്ടിട്ട് വന്നതല്ലേ. അതിന് എന്റെ കൂടെ കൂട്ടുകിടക്കാൻ നിന്നോട് വരാൻ ഞാൻ പറഞ്ഞോ? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീ നിന്റെ റൂമിലേക്ക് വെക്കേ. ജഗ്ഗു മോളെ, അങ്ങനെ പറയല്ലേടാ, ചേച്ചിക്ക് പേടിയുണ്ടല്ലേ. ശരി ശരി, എന്നാ നീ ഇവിടെ കിടന്നോ. നീ എന്റെ മുത്താണ്. അവരൊരു പുതിയ കേസിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയേക്കോ സാർ. കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? ഇവിടെ താമസിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാനുണ്ടോ? ഇല്ല സാർ, ഒരു പ്രശ്നമല്ല, ഞങ്ങള് ഓക്കെയാണ്. പിന്നെ പുതിയൊരു കേസിന്റെ കാര്യം അവർ അന്വേഷിക്കാൻ പോയിട്ടില്ലേ? അതല്ലാതെ മറ്റൊരു കേസ് കൂടി സാർ, അതെന്ത് കേസാണ്? അവര് പുതിയതായിട്ടൊരു കേസിന്റെ കാര്യത്തിനെ പറ്റി പോയിട്ടുണ്ട്. ബട്ട് ഇതേതാ വേറെ കേസ്? പ്രത്യേകിച്ചൊന്നുമില്ല മക്കളെ, ഇതുവരെ ആ കേസ് ആരും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ പോസ്റ്റിന്റെ കയ്യിൽ ആ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യുന്ന അറിയാം. പക്ഷെ ഇതുവരെ ഞങ്ങൾ കൊടുത്തിട്ടില്ല. കാരണം നിങ്ങളിപ്പോൾ ഉള്ള ഫോറൻസിക് ആൾക്കാരും കൂടെ വരട്ടെ എന്ന് തീരുമാനിച്ചിട്ടാണ്. അതൊന്നും കുഴപ്പമില്ല സാർ, എന്താണെങ്കിലും ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി. ഞങ്ങളത് നന്നായിട്ട് തന്നെ ചെയ്തോളാം. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫയലും ഒക്കെ നാൻസിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ? എങ്കിൽ പിന്നെ ഓക്കെ സാർ, ഞങ്ങൾ നാൻസിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കോളാം. നാൻസി, ഒന്ന് നിന്നേ. നിങ്ങളോ? എന്താ കാര്യം? സാറ് നിന്നൊരു കോൾ കേസിന്റെ ഫയൽ ഏൽപ്പിച്ചില്ലായിരുന്നോ? അത് എനിക്ക് വേണമായിരുന്നു. ഏൽപ്പിച്ചിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. അത് പിന്നെ ആമി, ഈ കേസ് കറക്റ്റായിട്ട് എനിക്കും അങ്ങനെ അറിയില്ല. ഇത് 2006-ലോ 2007-ലോ നടന്നൊരു കേസാണ്. ഇതുവരെ ഇതാരും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. 2006 or 2007, അത്രയും വർഷം മുമ്പുള്ള കേസ്. അതിപ്പോ കുത്തിപ്പൊക്കാനുള്ള കാര്യം എന്താ? ചില പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണമാണ് വീണ്ടും ഈ കേസ് കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെയാണോ? എന്നാൽ ഞങ്ങൾ ഈ കേസിനെ കുറിച്ച് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ചെയ്യാം. എന്നാ ശരി, നിങ്ങൾ കേസൊക്കെ പഠിച്ചിട്ട് ഈ കേസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ പോകുന്നു. അല്ല, സമയം ഒരുപാടായില്ലേ? നിങ്ങൾ ഇറങ്ങുന്നില്ലേ? ഞങ്ങൾ ഇറങ്ങുക. എന്നാ പിന്നെ
ഞങ്ങൾ പോവാട്ടോടി. ശരി, ബൈ. ആ ആ എടാ, നാളെ തന്നെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വന്നിട്ട് ആ കേസ് ഫയലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തോളണം. പിന്നെ ആ കേസ് കോർട്ടിൽ നാളെയല്ലേ സബ്മിറ്റ് ചെയ്യണേ? എടാ, നാളെ ഞാൻ ആ കോർട്ടിൽ കേസ് ഹാജരാക്കേണ്ടത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞെല്ലാം സമ്മതിപ്പിച്ചിട്ടുമുണ്ട്. അല്ല, അവരൊന്നും കാണുന്നില്ലല്ലോ. ഇവരിതുവരെ വന്നില്ലേ? അത് ശരിയാണല്ലോ, അവരിതുവരെ വന്നില്ലേ ഓഫീസിൽ നിന്ന്? നിങ്ങളിത് എവിടെ പോയി കിടക്കുമായിരുന്നു? എന്താ ഇത്ര ലേറ്റ് ആയത്? അത് പിന്നെ ഞങ്ങള് കോഫി ഷോപ്പിലൊക്കെ കയറിയിട്ടാ വന്നേ, അതാ ഇത്രയ്ക്ക് ലേറ്റ് ആയത്. ഓ, അതായിരുന്നോ? എന്നാ പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചോട്ടെ വന്നേ. ഞങ്ങൾ പോവാ റൂമിലേക്ക്. എന്ത് രസമല്ലേ ജഗ്ഗു ഇവിടെ ഇരിക്കാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ. യാജനി, എനിക്കിവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്ത് രസം. നാളത്തെ കേസ്, അതിന്റെ കാര്യം എടുക്കുന്ന ഒരു ടെൻഷൻ. ഹലോ, ഇതെന്താ എന്നെ കൊട്ടാതെ ഇവിടെ ഇരുന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ചർച്ച ചെയ്യുന്നേ? ഓ, എത്തിയോ വനമാല? ഞാനിപ്പോ ചിന്തിച്ചതേ ഉള്ളൂ ഇതെന്താ എത്താത്തേന്ന്. കിടന്നിട്ടോട്ട് ഉറക്കമൊന്നുമില്ല. മനസ്സിലാ നീയുടെ മുഖം തന്നെയാ. എടാ സ്വാമി, നീ ഉറങ്ങിയോടാ? അത് ചോദിക്കാനാണോ നീ പാതിരാത്രിയിൽ ഇങ്ങോട്ട് കയറി വന്നേ? കിടന്നിട്ട് ഉറക്കമൊന്നുമില്ലടാ, മനസ്സ് നിറയെ അവളാ. അവളോ? ആരാടാ അവള്? അത് പിന്നീടാ ആമിയില്ലേ? അപ്പൊ നിനക്ക് ആമിനെ ഇഷ്ടമല്ലേ? ഹലോ ആർമിസേ, എങ്ങോട്ടാ ചാടിത്തുള്ളി പോണേ? നമ്മുടെ ഇരേച്ചർ കൊച്ചിന് എന്തോ നിങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അതെന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഭംഗിയായി അവതരിപ്പിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇരേച്ചർ കൊച്ചാണെന്നുണ്ടല്ലോ, ആദ്യം ഒരു സ്റ്റോറി തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. ആ സ്റ്റോറിയുടെ പേര് ഡ്രീം പ്രോസസ് എന്നാണ്. ആ സ്റ്റോറിയുടെ ഇൻട്രൊഡക്ഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊരു വിമൻ ലവ് സ്റ്റോറിയാണ്. അപ്പം അത് തുടങ്ങാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ഇരേച്ചർ കൊച്ചിന് താല്പര്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം ശരി, ബൈ ബൈ.